നമസ്കാരം. ബിസിനസ്സുകളിലെ കഥ പറയുന്നത് കണക്കുകളാണ് എന്ന് പറയാറുണ്ട്. ലാഭമായാലും നഷ്ടമായാലും അതിന്റെ കഥ പറയാൻ കണക്കുകൾ ഉണ്ടാവും നമ്മളോടൊപ്പം. അപ്പൊ എങ്ങനെയാണ് ഈ കണക്കുകളെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബിസിനസ്സിൽ? നമ്മൾ ബിസിനസ്സിൽ പറയാറുണ്ട്, ഓരോ കാര്യങ്ങളെയും അനലൈസ് ചെയ്ത് അതിന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ടുകൾ എടുത്ത് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ എന്ന് പറയാറുണ്ട്. അതിന് നമ്മൾ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയാറുള്ളത്. നമുക്ക് ഏതൊക്കെ മേഖലയിൽ ബിസിനസിന്റെ കൃത്യമായിട്ട് ഗ്രോത്ത് ഉണ്ട്, എവിടെയൊക്കെയാണ് അതിന്റെ പ്രയാസങ്ങൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് KPI നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്ന KPI അധിഷ്ഠിതമായിട്ടാണ് നമുക്ക് ഈ കണക്കുകൾ കിട്ടുന്നത്, നമ്പേഴ്സ് കിട്ടുന്നത്. ഈ നമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബിസിനസ് ഗ്രോത്തിലേക്കാണോ അല്ലെങ്കിൽ ബിസിനസ് പ്രശ്നത്തിലേക്കാണോ പോകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ ഈ KPI വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബിസിനസിനെ കൂടുതൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്തു വേണം? നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴിയണം. നിലവിലുള്ളത് അനലൈസ് ചെയ്യാൻ മാത്രം പോരാ, പുതിയ ഓപ്പർച്യൂണിറ്റികളെ കണ്ടെത്തുകയും അതിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതകൾ ഒരുക്കുകയും വേണം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ തരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് നിലവിലുള്ള ബിസിനസ്സിൽ കിട്ടുന്ന ഡാറ്റകൾ പുതിയ ഓപ്പർച്യൂണിറ്റിയെ കണ്ടെത്തുന്നതിനും അവിടേക്ക് നമുക്കുള്ള യാത്രകൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുന്നതിനും നമുക്ക് ഇത്തരത്തിലുള്ള കണക്കുകൾ ഉപയോഗിക്കാം. ബിസിനസിന്റെ അനലൈസിസ് നമ്മൾ ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് ബിസിനസ്സുകളിൽ നമ്മളൊരു ബിസിനസ് ചെയ്തുകൊണ്ടേ പോകുന്നു. നമ്മളൊരു വർഷമായ ഒരു മെനു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിന് വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ബിസിനസ്സുകൾ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. മെനു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടിന്യൂസ് ചെയ്യേണ്ട പ്രോസസ്സാണ്. കാരണം ചില ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറില്ല, ആ മെനുവിന്റെ പ്രൈസിംഗ് ഒന്നും മാറ്റാതെ അത് ലാഭമായാലും നഷ്ടമായാലും അതിങ്ങനെ വിറ്റുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പൊ മെനു എഞ്ചിനീയറിംഗ് കൃത്യമായിട്ട് ചെയ്യാതിരിക്കുകയും നമ്മുടെ മുമ്പിൽ വരുന്ന നല്ല അവസരങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഗ്രോത്തിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മെനു എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി അതിനെ ക്രിയേറ്റീവായിട്ട് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാക്കി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ നമ്മൾ പുതിയ നമ്മളുടെ മെനുകൾ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദെൻ നമുക്ക് നമ്മുടെ ചെലവുകളെ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത ഭാഗം. അത് നമ്മുടെ ഈ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എവിടെയാണ് നമുക്ക് വിൽപ്പന കുറയുന്നത്, അവിടെ നമുക്ക് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് എങ്കിൽ ആ മേഖലയിൽ നിന്ന് നമുക്ക് ചെലവുകൾ കുറയ്ക്കുകയും അവിടെ നിന്ന് നമ്മൾ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില റെസ്റ്റോറന്റുകളിലൊക്കെ കഫേ ഉണ്ടാവും, ടീ ഷോപ്പ് വേറെ ആയിരിക്കും, മറ്റുള്ള പ്രോസസ്സുകൾ വേറെ വേറെ അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ചില റെസ്റ്റോറന്റുകൾ അങ്ങനെയാണ് ഫോം ചെയ്യാറുള്ളത്. അപ്പൊ ചില ടീ ഷോപ്പുകൾ മാത്രം നടത്തുമ്പോൾ അവിടെ ലാഭകരമാവുന്നുണ്ടാവില്ല. നമ്മുടെ KPI ഉപയോഗിച്ച് നമ്മൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നഷ്ടമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ആ റെസ്റ്റോറന്റിന്റെ ഇൻസൈഡിലേക്ക് നമുക്ക് ആ ടീ ഷോപ്പ് മാറ്റിക്കഴിഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ ആക്കി മാറ്റാൻ പറ്റും. അവിടെ സ്റ്റാഫിങ്ങിന്റെ എണ്ണം കുറയ്ക്കാൻ കഴിയും, അവിടെയുള്ള ഓവർഹെഡ് എക്സ്പെൻസുകൾ കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എവിടെയൊക്കെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് ഇത്തരത്തിലുള്ള KPI ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അടുത്ത മറ്റൊരു പോയിന്റ് ആണ്, നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാൻ KPI നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അടുത്ത ഒരു ഔട്ട്ലെറ്റ് കൂടെ ഓപ്പൺ ചെയ്യണം, റെസ്റ്റോറന്റ് ഔട്ട്ലെറ്റ് കൂടെ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തു. ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള റെസ്റ്റോറന്റിന്റെ ഗ്രോത്തിനെ നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഈ കാലം കൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായി, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ നിങ്ങളുടെ അവിടുത്തെ ഗോള്, പുതിയ റെസ്റ്റോറന്റിലേക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ കീ പെർഫോമിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഡാറ്റകൾ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും, കണക്കുകൾ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് KPI യൂസ് ചെയ്യാൻ പറ്റും.